നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. 2026 ഓസ്ട്രേലിയയിൽ നിരവധി മേഖലകളിൽ തൊഴിലാളികളുടെ കുറവ് തുടരുന്നു. അതുകൊണ്ട് തന്നെ ആരോഗ്യരംഗം, നിർമ്മാണം, IT, എഞ്ചിനീയറിംഗ്, കാർഷികം, ഹോസ്പിറ്റാലിറ്റി തുടങ്ങിയ മേഖലകളിലേക്ക് വിദേശ തൊഴിലാളികളെ നിയമിക്കുന്ന കമ്പനികളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. ഈ വീഡിയോയിൽ പറയുന്ന ജോലികൾക്ക് യോഗ്യതയുള്ളവർ നേരിട്ട് അപേക്ഷിക്കൂ. ചില ജോലികൾക്ക് തൊഴിലുടമയുടെ സ്പോൺസർഷിപ്പോടെ വിസ ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. വീഡിയോയുടെ അവസാനം ഔദ്യോഗിക അപേക്ഷാ വെബ്സൈറ്റുകളും പുതിയ വിസ നിയമങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. അതിനാൽ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കൂ. ഒഴിവുകളെക്കുറിച്ച് പറയാം. രജിസ്റ്റേർഡ് നഴ്സ്. ഓസ്ട്രേലിയയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ജോലികളിലൊന്നാണ് രജിസ്റ്റേർഡ് നഴ്സ്. ജോലി ലഭിക്കാൻ സാധ്യതയുള്ള സംസ്ഥാനങ്ങൾ ന്യൂ സൌത്ത് വെയിൽസ്, വിക്ടോറിയ, ക്വീൻസ്ലാൻഡ്, വെസ്റ്റേൺ ഓസ്ട്രേലിയ. വാർഷിക ശമ്പളം ഏകദേശം $75,000 മുതൽ $1,20,000 AUD വരെ. യോഗ്യത നഴ്സിംഗ് ഡിഗ്രി ഉണ്ടായിരിക്കണം. ഇംഗ്ലീഷ് ഭാഷാ യോഗ്യത IELTS അല്ലെങ്കിൽ OET ഉണ്ടായിരിക്കണം. ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ ആവശ്യമാണ്. അപേക്ഷിക്കാവുന്ന ഔദ്യോഗിക സൈറ്റുകൾ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ജോബ്സ് ആൻഡ് സ്കിൽസ്, സീക്ക് ഓസ്ട്രേലിയ, ഹെൽത്ത് വർക്ക്ഫോഴ്സ് ഓസ്ട്രേലിയ. മറ്റൊരൊഴിവുള്ളത് ഏജ്ഡ് കെയർ വർക്കറുടെയാണ്. പ്രായമായവരെ പരിചരിക്കുന്ന ഏജ്ഡ് കെയർ മേഖലയിൽ വലിയ തൊഴിലാളി ക്ഷാമമുണ്ട്. 60,000 AUD മുതൽ 85,000 AUD വരെ വാർഷിക ശമ്പളം ലഭിക്കും. ആവശ്യമായ യോഗ്യത സർട്ടിഫിക്കറ്റ് 3 ഇൻ ഇൻഡിവിജ്വൽ സപ്പോർട്ട്. ചില തൊഴിലുടമകൾ പരിശീലനം നൽകുകയും ചെയ്യുന്നുണ്ട്. അടിസ്ഥാന ഇംഗ്ലീഷ് പരിജ്ഞാനം ആവശ്യമാണ്. ഈ മേഖലയിൽ നിരവധി സ്ഥാപനങ്ങൾ വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നുണ്ട്. ഇലക്ട്രീഷ്യൻ ഒഴിവുകളുണ്ട്. ഓസ്ട്രേലിയയിലെ നിർമ്മാണ മേഖലയിലെ വളർച്ച കാരണം ഇലക്ട്രീഷ്യന്മാർക്ക് വലിയ ഡിമാൻഡുണ്ട്. 90,000 AUD മുതൽ 1,40,000 AUD വരെ ശമ്പളം ലഭിക്കും. കൂടുതൽ അവസരമുള്ള സംസ്ഥാനങ്ങൾ വെസ്റ്റേൺ ഓസ്ട്രേലിയ, ക്വീൻസ്ലാൻഡ്, സൗത്ത് ഓസ്ട്രേലിയ. വിദേശ പരിചയമുള്ളവർക്ക് ചില കമ്പനികൾ സ്പോൺസർഷിപ്പ് നൽകാറുണ്ട്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ ഒഴിവ്. IT മേഖലയിൽ അവസരങ്ങൾ ധാരാളം. പ്രധാന നഗരങ്ങൾ സിഡ്നി, മെൽബോൺ, ബ്രിസ്ബെയിൻ തുടങ്ങിയവയാണ്. വാർഷിക ശമ്പളം AUD 1,00,000 മുതൽ 1,60,000 വരെ. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, AI, സൈബർ സെക്യൂരിറ്റി, ഡാറ്റ എഞ്ചിനീയറിംഗ് എന്നിവയിൽ പരിചയമുള്ളവർക്ക് കൂടുതൽ സാധ്യത. പിന്നെ ഹെവി വെഹിക്കിൾ ഡ്രൈവർ ഒഴിവുകൾ വന്നിട്ടുണ്ട്. ട്രക്ക് ഡ്രൈവർമാർക്കും റോഡ് ട്രാൻസ്പോർട്ട് മേഖലയിലും ഇപ്പോൾ വലിയ തൊഴിലാളി ക്ഷാമമാണ് ഉള്ളത്. 70,000 മുതൽ 1,10,000 AUD വരെ വാർഷിക ശമ്പളം ലഭിക്കും. മൈനിംഗ് കമ്പനികളിൽ ജോലി ലഭിച്ചാൽ ഇതിലും കൂടുതൽ വരുമാനമുണ്ട്. അനുഭവമുള്ള ഡ്രൈവർമാർക്ക് മികച്ച അവസരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. പിന്നെ സിവിൽ എഞ്ചിനീയറുടെ ഒഴിവുകളുണ്ട്. റോഡുകൾ, റെയിൽവേ, പാലങ്ങൾ, വീടുകൾ, വലിയ ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികൾ എന്നിവ കാരണം സിവിൽ എഞ്ചിനീയർമാർക്ക് ഇപ്പോഴും മികച്ച ഡിമാൻഡാണ് ഓസ്ട്രേലിയയിൽ ഉള്ളത്. 90,000 മുതൽ 1,50,000 AUD വരെ ശമ്പളം ലഭിക്കാം വാർഷിക ശമ്പളമായി. അവസരങ്ങൾ കൂടുതലുള്ള സംസ്ഥാനങ്ങൾ ന്യൂ സൌത്ത് വെയിൽസ്, വിക്ടോറിയ, ക്വീൻസ്ലാൻഡ്, വെസ്റ്റേൺ ഓസ്ട്രേലിയ. പ്രത്യേകിച്ച് വലിയ ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികൾ നടക്കുന്ന പ്രദേശങ്ങളിൽ കൂടുതൽ ഒഴിവുകളുണ്ട്. പിന്നീട് പ്ലംബറുടെ ഒഴിവുകളെക്കുറിച്ചാണ് പറയാനുള്ളത്. ഓസ്ട്രേലിയയിലെ ഏറ്റവും ആവശ്യക്കാരുള്ള സ്കിൽഡ് ട്രേഡ് ജോലികളിൽ ഒന്നാണ് പ്ലംബർ. വാർഷിക ശമ്പളം AUD 80,000 മുതൽ 1,30,000 വരെ. വീടുകൾ, കമേഴ്ഷ്യൽ ബിൽഡിംഗുകൾ, ഇൻഡസ്ട്രിയൽ പ്രോജക്റ്റുകൾ എന്നിവിടങ്ങളിൽ തുടർച്ചയായി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അടുത്തൊരു ജോലി ഒഴിവ് കാർപ്പന്ററുടെയാണ്. പുതിയ വീടുകളും കമേഴ്ഷ്യൽ കെട്ടിടങ്ങളും നിർമ്മിക്കുന്ന മേഖലയിൽ കാർപ്പന്റർമാർക്ക് വലിയ ഡിമാൻഡുണ്ട്. 75,000 മുതൽ 1,20,000 AUD വരെ ശമ്പളമുണ്ട്. നല്ല പ്രവൃത്തി പരിചയമുള്ളവർക്ക് സ്പോൺസർഷിപ്പോടെയുള്ള അവസരങ്ങളും ലഭിക്കാം. പിന്നെ ഹോട്ടലുകളിലെല്ലാം ഷെഫ് ഒഴിവുകളുണ്ട്. ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, റിസോർട്ടുകൾ എന്നിവിടങ്ങളിൽ ഷെഫ്മാർക്കും കുക്കുകൾക്കും അവസരങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. 65,000 AUD മുതൽ 1,00,000 വരെ വാർഷിക ശമ്പളമുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യൻ, മലയാളി ഭക്ഷണത്തിൽ പരിചയമുള്ളവർക്ക് ചില സ്ഥാപനങ്ങളിൽ അധികം മുൻഗണനയും കൊടുക്കാറുണ്ട്. അഗ്രികൾച്ചറൽ വർക്കിനെ കുറിച്ചാണ് പറയുന്നത്. കൃഷി തോട്ടങ്ങളിൽ ജോലി ധാരാളമുണ്ട്. ഫാം, പഴത്തോട്ടം, പച്ചക്കറി കൃഷി, ഡയറി ഫാം തുടങ്ങിയ മേഖലകളിൽ തൊഴിലാളികളെ ആവശ്യമുണ്ട്. 55,000 AUD മുതൽ വാർഷിക ശമ്പളം കിട്ടും. 80,000 വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. പ്രാദേശിക പ്രദേശങ്ങളിലെ തൊഴിലാളി ക്ഷേമം കാരണം ചില തൊഴിലുടമകൾ വിദേശ തൊഴിലാളികളെയാണ് പരിഗണിക്കാറുള്ളത്. അപേക്ഷിക്കാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഔദ്യോഗിക ജോബ് പോർട്ടലുകൾ. അപേക്ഷിക്കുമ്പോൾ എപ്പോഴും ഔദ്യോഗികം അല്ലെങ്കിൽ വിശ്വാസയോഗ്യമായ വെബ്സൈറ്റുകൾ മാത്രമാണ് ഉപയോഗിക്കേണ്ടത്. ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ജോബ്സ് ആൻഡ് സ്കിൽസ് ആണ് ഒരു വെബ്സൈറ്റ്. സീക്ക് ഓസ്ട്രേലിയ, വർക്ക്ഫോഴ്സ് ഓസ്ട്രേലിയ, ലിങ്ക്ഡിൻ ജോബ്സ്, ഇൻഡീഡ് ഓസ്ട്രേലിയ എന്നിവയെല്ലാം നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റുകളാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ജോലി ഉറപ്പാണെന്ന് പറഞ്ഞ് വിസയ്ക്കോ ജോലിക്കോ വേണ്ടി മുൻകൂർ പണം ആവശ്യപ്പെടുന്ന വ്യക്തികളെയോ ഏജൻസികളെയോ സൂക്ഷിക്കുക.
ഓഫർ ലെറ്ററും തൊഴിലുടമയുടെ വിവരങ്ങളും എല്ലായ്പ്പോഴും പരിശോധിക്കുക. ഓസ്ട്രേലിയയിൽ ജോലി നേടാനുള്ള ആദ്യപടി ആദ്യം നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയും ജോലി പരിചയവും ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനവും വിലയിരുത്തുക. പിന്നീട് നിങ്ങളുടെ തൊഴിൽ ഓസ്ട്രേലിയയുടെ സ്കിൽഡ് ഒക്യുപ്പേഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. ഈ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന നിരവധി തൊഴിലുകൾക്ക് സ്പോൺസർഷിപ്പോടെയുള്ള അവസരങ്ങൾ ലഭിക്കാം. സ്കിൽസ് ഇൻ ഡിമാൻഡ് വിസ സബ് ക്ലാസ് 482 ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന തൊഴിൽ വിസകളിൽ ഒന്നാണ് സ്കിൽസ് ഇൻ ഡിമാൻഡ് വിസ. ഈ വിസയ്ക്ക് സാധാരണയായി ഒരു ഓസ്ട്രേലിയൻ തൊഴിലുടമയുടെ ജോബ് ഓഫർ അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് ആവശ്യമാണ്. ഈ വിസയിലൂടെ ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യാനും യോഗ്യതയും സാഹചര്യവും അനുസരിച്ച് പിന്നീട് സ്ഥിരതാമസത്തിലേക്കുള്ള വഴികൾ അന്വേഷിക്കാനും കഴിയും. സാധാരണ ആവശ്യമായ രേഖകൾ അപേക്ഷിക്കുന്ന ജോലിയെ ആശ്രയിച്ച് രേഖകളിൽ വ്യത്യാസം ഉണ്ടാകാം. എന്നാൽ പൊതുവെ ആവശ്യമായവ സാധുവായ പാസ്പോർട്ട്, വിശദമായ റെസ്യൂം ഓസ്ട്രേലിയൻ ഫോർമാറ്റിലായാൽ കൂടുതൽ നല്ലത്. വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ, ജോലി പരിചയ സർട്ടിഫിക്കറ്റുകൾ, IELTS, PTE അല്ലെങ്കിൽ മറ്റ് അംഗീകൃത ഇംഗ്ലീഷ് പരീക്ഷാഫലം, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ എക്സാമിനേഷൻ എന്നിവയാണ് ആവശ്യം. അപേക്ഷിക്കേണ്ടത് സീക്ക് ഓസ്ട്രേലിയ, വർക്ക്ഫോഴ്സ് ഓസ്ട്രേലിയ, ലിങ്ക്ഡിൻ ജോബ്സ് തുടങ്ങിയ വിശ്വാസയോഗ്യമായ ജോബ് പോർട്ടലുകളിൽ അക്കൗണ്ട് സൃഷ്ടിക്കാം. നിങ്ങളുടെ റെസ്യൂമെയും കവർ ലെറ്ററും അപ്ലോഡ് ചെയ്യുക. വിസ സ്പോൺസർഷിപ്പ് ലഭ്യമായ ജോലികൾ തെരഞ്ഞെടുത്ത് അപേക്ഷിക്കുക. കമ്പനി അഭിമുഖത്തിനായി വിളിച്ചാൽ ഓൺലൈനായി പങ്കെടുക്കാം. തെരഞ്ഞെടുക്കപ്പെട്ടാൽ തൊഴിലുടമ തുടർ വിസ നടപടികൾക്ക് ആവശ്യമായ രേഖകൾ തരും. തട്ടിപ്പുകൾ ശ്രദ്ധിക്കുക. ഓൺലൈനിൽ നിരവധി വ്യാജ ജോലി ഓഫറുകൾ പ്രചരിക്കുന്നുണ്ട്. അഭിമുഖത്തിന് മുമ്പ് പണം ആവശ്യപ്പെടുക, ഔദ്യോഗിക ഇമെയിൽ വിലാസമില്ലാത്ത കമ്പനികൾ, വിസ ഉറപ്പാണെന്ന് പറഞ്ഞ് വലിയ തുക വാങ്ങുന്ന ഏജൻസികൾ, പരിശോധനയ്ക്ക് കഴിയാത്ത ഓഫർ ലെറ്ററുകൾ, ഇത്തരം കാര്യങ്ങളെല്ലാം കണ്ടാൽ സൂക്ഷിക്കുക. എപ്പോഴും ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയോ വിശ്വാസയോഗ്യമായ തൊഴിലുടമകളിലൂടെയോ മാത്രം അപേക്ഷിക്കുക. ഇനി അവിടുത്തെ ജീവിത ചെലവ് എങ്ങനെയാണെന്ന് നോക്കാം. ഓസ്ട്രേലിയയിലെ ഓരോ നഗരത്തിലും ജീവിത ചെലവ് വ്യത്യാസപ്പെടാം. സിഡ്നി, മെൽബോൺ പോലുള്ള നഗരങ്ങളിൽ വാടകയും മറ്റു ചെലവുകളും താരതമ്യേന കൂടുതലാണ്. പെർത്ത്, ഹോബർട്ട് തുടങ്ങിയ നഗരങ്ങളിൽ ചിലപ്പോൾ ചെലവ് കുറവായിരിക്കും. അതുകൊണ്ട് ശമ്പളം മാത്രം നോക്കാതെ താമസ ചെലവും മറ്റു ചെലവുകളും കൂടി കണക്കാക്കി ജോലി തിരഞ്ഞെടുക്കാം. മലയാളികൾക്ക് കൂടുതൽ അവസരമുള്ള മേഖലകൾ, ഇപ്പോൾ മലയാളികൾ കൂടുതലായി ജോലി ചെയ്യുന്ന മേഖലകൾ എന്നിവ ഹെൽത്ത് കെയർ, നഴ്സിംഗ്, ഏജ്ഡ് കെയർ, കൺസ്ട്രക്ഷൻ, എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഹോസ്പിറ്റാലിറ്റി, ലോജിസ്റ്റിക്സ്, അഗ്രികൾച്ചർ എന്നിവയാണ്. ഇംഗ്ലീഷ് ആശയവിനിമയം നന്നായാൽ അവസരങ്ങൾ വർദ്ധിക്കും. ഓസ്ട്രേലിയയിൽ ജോലി നേടുന്നത് അസാധ്യമല്ല. എന്നാൽ ശരിയായ യോഗ്യതയും നല്ല റെസ്യൂമെയും ഇംഗ്ലീഷ് പരിജ്ഞാനവും ഔദ്യോഗിക വഴിയുള്ള അപേക്ഷയും വളരെ പ്രധാനമാണ്. വിസയ്ക്ക് വേണ്ടി ആരെങ്കിലും 100% ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് പണം ആവശ്യപ്പെട്ടാൽ അതീവ ജാഗ്രത പാലിക്കുക. ജോലിക്കും വിസയ്ക്കും എപ്പോഴും ഔദ്യോഗിക മാർഗങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുക. ഔദ്യോഗികമായി അപേക്ഷിക്കാവുന്ന വെബ്സൈറ്റുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇവയിലൂടെ ഏറ്റവും പുതിയ ഒഴിവുകളും വിസ വിവരങ്ങളും നിങ്ങൾക്ക് നേരിട്ട് പരിശോധിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.